മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം ദുരൂഹം. യുവതലമുറയെ വഴിതെറ്റിച്ചേക്കാവുന്ന തെറ്റായ സമീപനം. സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം അങ്ങേയറ്റം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇതിനു പിന്നിൽ മദ്യക്കമ്പനികളുടെ കച്ചവട താൽപര്യം കൂടി ഉണ്ടെന്ന വ്യാപകമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. വില കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ സുലഭമായി ലഭ്യമാകുമ്പോൾ മദ്യത്തിന്റെ ഉപയോഗം കുത്തനെ വർദ്ധിക്കും. വീര്യം കുറഞ്ഞതാണ് നൽകുന്നതെന്ന ന്യായമുയർത്തിയാലും മദ്യത്തിന്റെ ഉപയോഗം തന്നെയാണ് ക്രമാതീതമായി വർദ്ധിക്കുന്നത്. വീര്യം കുറഞ്ഞതിൽ നിന്ന് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള വഴിയായിരിക്കും ഇത് തുറന്നിടുക. യുവതലമുറയെ വഴിതെറ്റിച്ചേക്കാവുന്ന തെറ്റായ സമീപനമാണ് ഈ മദ്യനയം. ഇത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതിൻ ഭാസ്കറെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് ജിതിൻ ഭാസ്കറിനെ റിമാൻഡ് ചെയ്തത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കർ തന്നെയാണെന്ന് SIT കണ്ടെത്തി. ശേഷം സ്ക്രീൻഷോട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചുവെന്നും SIT വിശദീകരിക്കുന്നു. കഴിഞ്ഞ 5 ദിവസം ജിതിൻ ഭാസ്കറെ SIT വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പ്രതി ഫോൺ റീസെറ്റ് ചെയ്തുവെന്നും ഇതോടെ തെളിവുകൾ നഷ്ടപ്പെട്ടുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഹരിപ്പാട് സർക്കാർ മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്നുള്ള ബജറ്റ് പ്രഖ്യാപനത്തെ വിമർശിച്ച് അമ്പലപ്പുഴ MLA G. സുധാകരൻ രംഗത്ത്. ഒരേ ജില്ലയിൽ 2 സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ആവശ്യമില്ലെന്നും നിലവിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CPMന്റെ മുതിർന്ന നേതാവായിരുന്ന G. സുധാകരൻ UDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ചാണ് ഇക്കുറി നിയമസഭയിലെത്തിയത്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ തന്നെ വിമർശിച്ച സുധാകരൻ രംഗത്തെത്തിയത് UDF കേന്ദ്രങ്ങളിലും അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലെടുക്ക വീണ്ടും അടച്ച് ഇറാൻ. തെക്കൻ ലെബനോണിൽ ഇന്ന് പുലർച്ചെ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 32 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാൻ സൈന്യം ഹോർമൂസ് അടച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമെന്ന് US വൈസ് പ്രസിഡന്റ് ജെസി വാൻ. US-ഉം ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് അടച്ചുപൂട്ടൽ പ്രതിബദ്ധതകളുടെ ലംഘനമെന്ന് വിശേഷിപ്പിച്ചതിനുള്ള പ്രതികരണത്തിന്റെ ആദ്യപടിയാണെന്നും ഇനിയും ആക്രമണം തുടർന്നാൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും ഇറാന്റെ ഉന്നത സംയുക്ത സൈനിക കമാൻഡായ ഖദം അൽ അൻബിയ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ അഹങ്കാരിയെന്ന് സുകുമാരൻ നായർ. മുഖ്യമന്ത്രി VD സതീശനെ അഹങ്കാരിയെന്ന് വിളിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് NSSന്റെ ബജറ്റ് സമ്മേളനം നടക്കുന്നതിനിടെയുള്ള പ്രസംഗത്തിലാണ് സുകുമാരൻ നായരുടെ വിമർശനമുണ്ടായത്. NSSന്റെ ഔദ്യോഗിക ആവശ്യത്തിനായി മുഖ്യമന്ത്രിയെ ദൂതൻ വഴി 2 പ്രാവശ്യം സമീപിച്ചെങ്കിലും കാണാൻ കൂട്ടാക്കിയില്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ലെന്ന സതീശന്റെ പഴയകാല പരാമർശങ്ങൾ വീണ്ടും ചൂണ്ടിക്കാട്ടിയാണ് സുകുമാരൻ നായരുടെ വിമർശനം. CPM പ്രവർത്തകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. കണ്ണൂർ പെരിങ്ങോമിൽ CPM പ്രവർത്തകനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു. കങ്കോൽ സ്വദേശി ഹരീഷ് നെല്ലൂരാണ് പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 17 വയസ്സുള്ള പെൺകുട്ടി ഇയാൾ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പെരിങ്ങോം പോലീസ് ഹരീഷിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്. വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് അനുമതി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. 2014 വയനാട് യൂണിയൻ 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ആദ്യ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. വിജിലൻസ് ഈ വിവരം ഹൈക്കോടതി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസിൽ വിചാരണ ആരംഭിക്കാൻ ഇനി സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി കൂടി ആവശ്യമാണ്. കേസ് അന്വേഷണത്തിലെ പുരോഗതി ഇല്ലാത്തതിനാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റാൻ സർക്കാർ നീക്കമെന്ന് സൂചന. 3 പതിറ്റാണ്ടായി തിരുവനന്തപുരം വേദിയാകുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൊച്ചിയിലേക്ക് മാറ്റാൻ സർക്കാർ ഒരുങ്ങുന്നതായി ബജറ്റിൽ സൂചന. കൊച്ചിയിൽ 100 കോടി രൂപ ചെലവിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. മേളയുടെ സ്ഥിരം വേദി മാറ്റുന്നത് രാജ്യാന്തര തലത്തിലുള്ള FIAP അക്രഡിറ്റേഷൻ നഷ്ടപ്പെടാൻ കാരണമായേക്കുമെന്ന് ചലച്ചിത്ര പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള. മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലേക്ക്. ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം അപഹരിച്ചെന്ന സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിർണായക വഴിത്തിരിവിൽ. മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള 2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. മുൻ MLA
MLA PV ശ്രീനിജനെതിരെ വിജിലൻസ് അന്വേഷണം. കുന്നത്തുനാട് മണ്ഡലത്തിൽ PV ശ്രീനിജൻ MLA ആയിരിക്കെ നടപ്പിലാക്കിയ സ്റ്റേറ്റ് വിദ്യാഭ്യാസ പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. മണ്ഡലത്തിലെ 11,000 കുട്ടികൾക്കായി 1.90 കോടി രൂപയുടെ ധാരണാപത്രം ഒപ്പുവെച്ചിട്ട് പദ്ധതി യഥാർത്ഥത്തിൽ നടപ്പിലാക്കാതെ അഴിമതി നടത്തിയത് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് വിജിലൻസ് നടപടി.